അതുകൊണ്ടോ കാണ്ടാമൃഗം അല്ലേ നിൽക്കുന്നേ? കാണ്ടാമൃഗമാണോ? ആ അതെ അതെ അതെ, ഒറ്റക്കൊമ്പുള്ള. ഒറ്റക്കൊമ്പുള്ള അതെ. നിങ്ങൾ ഇന്നാളെ വന്നപ്പോൾ കണ്ടാന്ന് തോന്നുന്നു അല്ലേ? കണ്ട തിരിച്ചു കയറി പോവാ. നമ്മളിപ്പോ ജൽദാപാര നാഷണൽ പാർക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗ. ഞങ്ങൾ ഇന്നാള് കാസിരംഗയില് പോയപ്പോഴാണ് കണ്ടേ. കാസിരംഗയിലും ഉണ്ട്, ഈ ജൽദാപാരയിലും ഉണ്ട്. പക്ഷെ ഇതുവഴി വന്നിട്ട് ആദ്യമായിട്ട് ഇവിടെ വെച്ച് ഇതിനെ കാണുന്നത്. ഇത് ടൊർസ റിവറാ. വെള്ളമൊന്നും ഇല്ല, ഒഴുക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ വെള്ളം കുറവാ. വെള്ളം വരുന്ന സമയം നിറഞ്ഞ വെള്ളമായിരിക്കും. ഇങ്ങോട്ട് നല്ല ഒഴുക്കാ, ഈ സൈഡ് നല്ല ഒഴുക്കാ. നദിയുടെ സൈഡിൽ തന്നെ ചെറിയൊരു മന്ദിരമുണ്ട്. ആഷിമാര 4 കിലോമീറ്റർ, ജയ്ഗാവോൺ 18, ഗോട്ടി 350 കിലോമീറ്റർ. ഈ കാസിരംഗ നാഷണൽ പാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒറ്റക്കൊമ്പുള്ള റൈനോസർ ഉള്ള സ്ഥലം ഈ ജൽദാപാര നാഷണൽ പാർക്കാണ്. ആദ്യത്തെ ട്രിപ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ ഇന്നേ വരെ ഞാൻ വന്നിട്ട് കണ്ടിട്ടില്ല. ഞാനും വന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഈ സൈഡ് തേയിലത്തോട്ടാ, രണ്ട് സൈഡും തേയിലയാ. നാഷണൽ പാർക്ക് കഴിഞ്ഞോ? അല്ല, നാഷണൽ പാർക്ക് കയറി ഇറങ്ങി നടക്കുന്നത്. ഈ ടൊർസ റിവറിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നാഷണൽ പാർക്ക് അങ്ങോട്ട്. അതല്ല, ആനയൊക്കെ ആയിരിക്കും കൃഷിക്കാരെ. സംശയം ക്ലിയർ ആക്കിയില്ലേ? അല്ലാതെ കാരണത്താരാ കൃഷി ചെയ്യാനുള്ളേ. ആ, വനങ്ങളിലും നമ്മുടെ അവിടെ എന്താ കയറി ഇറങ്ങിയല്ലേ നടക്കുന്നത്. എല്ലായിടും അല്ല, പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ട്. അതെ, വെസ്റ്റ് ബംഗാൾ ഒന്നും ഓടി തീർന്നില്ലേ? കുറച്ചുകൂടെ ഉണ്ട്. ആണോ? ഞാൻ വിചാരിച്ചു രാവിലെ ആസാം കയറി കാണുമെന്ന്. ഞാൻ ഇന്നലെ വൈകിട്ട് കിടന്നല്ലേ, രാവിലെ എഴുന്നേറ്റെ. നല്ല തേയിലത്തോട്ടം, നല്ല പച്ചപ്പല്ലേ, നല്ല ലെവലില്. ഈ വഴി നല്ല രസാ. ഇതുപോലെ രണ്ട് സൈഡ് ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാ. ആനയൊക്കെ ഉള്ളതാ ഇവിടെ. ആനയും പുലിയൊക്കെ ഉണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പുലിനെ കണ്ടിട്ടില്ല, ആന ഉണ്ടെന്ന് പറയുന്നേക്കാം. സമയം ഇപ്പൊ 6 മണി കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നല്ല വെട്ടം അല്ലേ? വെയില് തെളിഞ്ഞു. 5 മണി ആയപ്പം വെട്ടം വേണു. ഇവിടെ ഒക്കെ നാഷണൽ പാർക്കിന്റെ ഭാഗമാ ജൽദാപാര നാഷണൽ പാർക്കിന്റെ. ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ റൈനോസറിന്റെ ഗ്രൂപ്പാ ഈ ഇവിടെ ഉള്ള ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗം. അതെ അല്ലേ? സൈഡിലെല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. രാവിലെ നമുക്ക് ആസാമിൽ കയറിയിട്ട് ചായ കുടിക്കും അല്ലേ? ആസാം ചായ കുടിക്കാമോ? ആസാം ടീ കുടിച്ചാലോ? അതെ, ആസാം തേയില ചായ ഇട്ട് നോക്കാം. രാവിലെ നല്ല രസമുണ്ട് കാഴ്ചകളല്ലേ? നല്ല ഭംഗിയാ. ഉയരം കുറഞ്ഞ ചായ കുടിച്ചിട്ടില്ല. ആണോ? ഉയരം കൂടിയ ചായ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ ഞങ്ങള് രണ്ടുപേരുടെ ചായ കുടിക്കാൻ പോയത്. 4 പേരുണ്ട്. 4 പേരുണ്ട്. ആകാശം വരുന്നുണ്ട്. അപ്പുറത്തെ കടയിലാണോ ഇവിടത്തെ കടയിലാണോ? ആദ്യം ഒന്ന് നോക്കട്ടെ എവിടെ കേറണോന്ന്. ഇത് മറ്റേ മണ്ണിന്റെ അടുപ്പാ, വിത്ത്. പിന്നെ ആ മണ്ണല്ലേ, സൈഡ് മൊത്തം മണ്ണ് വെച്ചിട്ട് കണ്ടോ. പിന്നെ നടുക്ക് വിറകിട്ട്. എന്നാ പിന്നെ ഇവിടുന്ന് തന്നെ ചായ പിടിച്ചേക്കാം. ഓൾറെഡി ഒരാൾ പോയി ഇരുന്ന് കഴിഞ്ഞു. ഫ്ലോറിങ് ഉണ്ടോ? തടിയാ. രാവിലെ ഒരു പൂരി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട. ഞാനൊരു പൂരി പറഞ്ഞു, പൂരി ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നിങ്ങളെല്ലാരും എന്താ രാവിലെ തലക്കിടി ഇട്ടുപോലെ ഇരിക്കുന്നത്? എനിക്ക് ചായ വേണമെന്നില്ല. സോ കുഴപ്പമില്ല, നിങ്ങളായാലും കുടിച്ചു. ഇവിടെ പേപ്പറിലാണ് തരുന്നത്. പ്ലേറ്റ് ഇല്ല. നല്ല മഴയുണ്ട്, ഭയങ്കര സോഫ്റ്റാ. പൂരി എന്ന് പറയാൻ പറ്റില്ല, ബൺസ് പോലെ അങ്ങനെ ഇരിക്കുന്നു. ചായ വന്നു. എന്റെ ജനലെ ശ്രദ്ധിച്ചോ? ഉണ്ടോ? പൊക്കി വെച്ചേക്കാ, പല കഷ്ണങ്ങളുണ്ട്. അത് ഇങ്ങോട്ട് എടുത്താ അടഞ്ഞു. चाय अच्छी था। आपका नाम? मेरा नाम तो हीरा मुनि बोला था। हीरा मुनि। अच्छा। 15 साल हो गया ये। 15 साल हो गया। हाँ। पहले तो यहाँ से छोटा था ये वाला। हाँ।
ചെറിയ കടയായിരുന്നു, പിന്നെ വികസിപ്പിച്ച് ഇത്ര എത്തിയതാണെന്ന് ദീദി പറയുന്നേ. അപ്ക ഗർ ആ വീടും ഇതിനോട് ചേർന്ന് തന്നെ അടിയിലത്തെ നില വീടാന്ന് തോന്നുന്നു. ഒറ്റമൈന എല്ലാരും കണ്ടോ? ഒറ്റമൈന എല്ലാരും കണ്ടോ? ഞങ്ങളൊന്നും കണ്ടാ പോരല്ലോ. അതെ, ആകാശം കണ്ടോണ്ട് എല്ലാരും ഞങ്ങളെ വിളിച്ച് കാണിച്ചാ ഒറ്റമേനെ കണ്ടു. അന്നേരം ഞങ്ങള് രണ്ടുമേനെ കണ്ടു, ആകാശം ഒറ്റമേനെ കണ്ടുള്ളൂ. അച്ഛാ ദീദി 60 രൂപയായുള്ളൂ. 60 രൂപയായുള്ളൂ. 4 ചായയും ഒരു പൂരി. അതെ, എല്ലാം പറയാനുണ്ടോ? ഇത് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ. അതെ, സിംഗിൾ ടയറെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. നീ അതിന്റെ അടിയിൽ കയറിയാലും 2 ടയർ ഇല്ല, ഒന്നേ ഉള്ളൂ. വണ്ടിയൊക്കെ ഇറങ്ങിയോ? ബംഗാളിന്റെ ഈ സൈഡ് നല്ല ഭംഗിയല്ലേ? ഒരു നോർത്ത് ഈസ്റ്റ് ചേർന്ന് നടക്കുന്നുണ്ട്, നല്ല രസമാണ്. ചെറിയൊരു റിവർ, പക്ഷെ നല്ല വെള്ളമുണ്ടല്ലേ. നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും നിർത്തി കുളിക്കായിരുന്നു ഇറങ്ങി. ആ ശരിയാ, നല്ല രസമുണ്ട്. ഈ കാടിനകത്ത് മാറിയിട്ടുണ്ട്, അല്ലെ കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും കാട്ടാമൃഗം വരുന്നത്. ഇവിടെ ഇടയ്ക്കെല്ലാം മനുഷ്യവാസം ഉണ്ടല്ലോ. കാണ്ടാമൃഗത്തിന് നമ്മളങ്ങനെ അടുത്തോട്ട് വരില്ല, ദൂരോട്ട് ഓടി പോയിരിക്കും. താനല്ലേ പറഞ്ഞ 55 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നു. അതൊക്കെ ഞാൻ അന്ന് അവിടെ പോയപ്പോ പഠിച്ചേക്കാം. പറഞ്ഞല്ലോ. ഉപദ്രവിക്കുമെന്ന് എനിക്കറിയത്തില്ലല്ലോ. അങ്ങോട്ട് പോയി ചിലപ്പോ നമ്മള് ഉപദ്രവിച്ചാൽ ചിലപ്പോ ഉപദ്രവിക്കായിരിക്കും. ഇവിടെ എപ്പോഴും ഇതുപോലെ നല്ല പച്ചപ്പ. അവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കണ്ടോ? പശുക്കളൊക്കെ നിന്ന് മേയുന്നു. NH 31C ഗോവട്ടി 306 കിലോമീറ്റർ. ഇതുണ്ടോ? അങ്ങോട്ട് കണ്ടോ? നല്ല പുൽമേട്, പശുക്കളൊക്കെ നിൽക്കുന്നു. നേരത്തെ കൃഷി നേരത്തെ ചെയ്തോണ്ടിരുന്നതാന്ന് തോന്നുന്നു, നെല്ല് കൃഷി. ഇവിടെ ഇഷ്ടംപോലെ നെല്ലുണ്ട്. ദേ റെയിൽവേ പാളം. ഒരു ട്രെയിൻ കൂടെ വരുമായിരുന്നെങ്കിൽ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാലങ്ങളുണ്ടല്ലേ, അടുപ്പിച്ചടുപ്പിച്ച്. ഇഷ്ടംപോലെ നദികളുണ്ട്, ചെറിയ ചെറിയ നദികളുമുണ്ട്. നല്ല തേയിലത്തോട്ടമാണ്, ഇഷ്ടംപോലെ ഇതുപോലത്തെ തേയിലത്തോട്ടം ഇനി അങ്ങോട്ട് കാണാം. രാവിലെ നല്ല ചൂടല്ലേ? ശരിയാ, ഇന്നലെയൊക്കെ പക്ഷെ തണുപ്പല്ലായിരുന്നോ? ഇന്നലെ കുറച്ചുകൂടെ തണുപ്പുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇത്തിരി കൂടെ. നേരെ ഇങ്ങോട്ടാ വെയിലടിക്കുന്നേ. ഇവിടെ എല്ലാം ചെറിയ ചെറിയ കുളങ്ങളോ നിറച്ച് കോളയാ. ഇവിടെ പമ്പില് ഡീസൽ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയതാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ നിറച്ചിട്ട് പോകാന്ന് വെച്ചു. അവരോട് രണ്ടുപേരുടെ വെള്ളം നിറയ്ക്കുക. ഒരാൾ ബിസിനസ് മൈൻഡ് സെറ്റില്ല, ആ ദാമീനെ അവിടെ പറ്റിച്ചിട്ട് തന്നെ കല്ല് കുത്താൻ വേണ്ടി ഓടി വന്നേക്കുക. ടയറെ കല്ലൊന്നും ഇല്ലല്ലോ. 3 കിട്ടി ഇവിടുന്ന്. ഇവിടെ കുറച്ച് കല്ലുണ്ടല്ലേ? ദാമിനെ വിളിച്ചോണ്ടിട്ടെ. എനിക്ക് 170 കുഴപ്പമില്ല. ഒരു കല്ലിന് എത്ര ചാർജ് ചെയ്യുന്നേ? 5. ഇന്നലത്തെ കൂടെ കൂട്ടിയാണോ? 3 ദിവസം, ഇതും കൂടെ കൂട്ടി 4 ദിവസത്തേക്ക്. രാവിലെ ഓരോ കടുങ്കാപ്പി കുടിക്കാം. ഞാൻ ഒരു ചായ കുടിക്കുന്നുണ്ടോ? ചായ ഉണ്ടായിരിക്കുന്നു. ചായ ഒന്നുമില്ല, കടുങ്കാപ്പിയോ ചായയൊക്കെ പിള്ളേർക്കേ ഉള്ളൂ. ഇന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഏത്തപ്പഴം, മുട്ടയും കടുങ്കാപ്പിയും. ഓള പൂത്ത് നിൽക്കുന്ന കാണാൻ എന്നാ രസം നോക്കി. ഇതുണ്ട് ഒരു ചെറിയ ലോഡ്. അല്ലല്ല, പുള്ളിയതിനകത്തിരിക്കുക. നമ്മൾ ഇതുവരെ ബംഗാൾ ഓടി തീർന്നിട്ടില്ല. കുറച്ച് ദൂരവും കൂടി ഉണ്ട്, കുറച്ച് ദൂരം. താഴേക്ക് നോക്കി നല്ല പച്ചപ്പട്ട് വിരിച്ച പോലെ കിടക്കുന്ന എന്നാ രസം. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ മീൻ പിടുത്തമുണ്ട്. നാട്ടിലിറങ്ങി കുളിക്കാം. നല്ല തെളിഞ്ഞ വെള്ളം. ഈ സീനറി ഉണ്ടല്ലേ, സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ജാമിക്കുട്ടി രാജമല്ലി പൂത്ത് നിൽക്കുന്നുണ്ടോ? എത്ര കളറാന്ന് നോക്കി. 2 കളറല്ലേ ഉള്ളൂ. ആഹാ, നോക്കിക്കേ, മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, റോസ് ഉണ്ട്, റെഡ് ഉണ്ട്. പുത്തൻ ട്രാവലിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവരി ടോൾ പ്ലാസ. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട വലിയൊരു ട്രക്ക് ലേ വയ്യ, കുറേ ദൂരമുണ്ട്. അതിനല്ല, അവിടെ കുറേ സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്, ഒത്തിരി വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ടയർ കടയുണ്ട്, എല്ലാ വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ട്. അമ്മേ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് വരുവല്ലേ? എവിടെ? കുഞ്ഞിക്കിളി ആദ്യം, രണ്ടാമത്തെ പ്രാവശ്യം. അച്ഛമ്മ കാണുന്നതിനും മേഘാലയ മൊത്തം കുഞ്ഞിക്കിളി കണ്ടു. അതെ,
ആദ്യമേ ആണോ? ഒന്നുമല്ല. ഞാനും രണ്ടാമത് കുഞ്ഞിക്കളിയും രണ്ടാമത് അല്ലേ? ആ ഓ ഇന്നലെ 2:30 വരെ ഞാൻ ഓടിച്ചു. പിന്നെ ഉറക്കം വന്നപ്പോ അവിടെ ഒതുക്കി. വിളിക്കാമല്ലായിരുന്നോ? വിളിക്കാൻ മുത്തിനെ വിളിച്ചിട്ടുണ്ടല്ലോ. മൊത്തല്ല സൂപ്പർ ഉറക്ക ഏക്കണ്ടേ, ഒന്നും അറിയുന്നില്ല. ഞാനൊന്നും അറിഞ്ഞില്ല. എന്നെ വിളിച്ച ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തെന്നാ പിന്നെ കുറച്ചു നേരം കിടന്നിട്ട് പോകാന്ന് പറഞ്ഞു. മെനിങ്ങാമത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നോണ്ട് ഞാനും സൂര്യയും കിടന്നതേ ഓർമ്മയുള്ളൂ. ഓർമ്മയില്ല. ഞാനും ആകാശൂടായിരുന്നു പിന്നെ. അതാന്നറിയാം, എനിക്കിപ്പോ കറക്റ്റ് ഓർക്ക ശരിയാവുന്നില്ല. രാത്രി ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളല്ലേ രാവിലെ എന്നെ വിളിക്കുന്നത്. എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിയാകുമ്പോ വിളിച്ചെണിപ്പിക്കും. പിന്നെ എങ്ങനെ രാത്രി വിളിക്കും? അപ്പൊ ഇന്നലെ എന്നാന്ന് വെച്ചാൽ അവിടെ വന്നപ്പോ ആ ടോളില് സ്കാൻ ആകുന്നില്ല ഇത്. അവര് പറഞ്ഞ് ജീപേ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ജീപേ ചെയ്യാൻ പറ്റില്ല, ഇതൊന്ന് കട്ടായെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഏക്കാലും സ്കാനായി. അന്നേരം അവര് പറഞ്ഞ് അകത്ത് കയറ്റിട്ടോ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതിനകത്ത് കയറിയിട്ടോ കിടന്ന് ഉറങ്ങണമെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോൾ സേഫ് ആയിട്ടുള്ള സ്ഥലമല്ലേ, അവിടെ കയറിയിട്ടു സുഖമായിട്ട് കിടന്നുറങ്ങി. ആ ഇതിനിടയ്ക്ക് സൂര്യ ഒരു OTP പറഞ്ഞു കൊടുക്കണമായിരുന്നു. സൂര്യ ഫോൺ അവിടെ കൊണ്ടുവച്ചു. ഞാൻ ഇവിടുന്ന് മുത്തിനെ ഇവിടുന്ന് എനിക്ക് അങ്ങോട്ട് വരത്തില്ല. ഇവർ രണ്ടുപേരും കുഞ്ഞിക്കളി ഇവിടെ കിടക്കുന്നു, മുത്ത അവിടെ കിടക്കുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ കിടക്കല്ലേ, വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല. ലാസ്റ്റ് കുഞ്ഞിക്കളിയെ പക്ഷെ വിളിച്ചപ്പോൾ കുഞ്ഞിക്കളി അറിഞ്ഞു കേട്ടോ. കുഞ്ഞിക്കളി പിന്നെ പോയി കുറെ പോയി ഫോൺ എടുത്തോണ്ട് വന്നു. ഈ നദിയിലോട്ട് നോക്കിയാ കുഞ്ഞിക്കളി 2 സൈഡിൽ എന്തോ ഒരു വള്ളങ്ങളാണ് കിടക്കുന്നുണ്ടോ. മണല് വരുന്ന വള്ളങ്ങളാന്ന് തോന്നുന്നത്. അതെ, ഇന്ന് പണിയില്ല, ആരുമില്ല. എല്ലാവരും റെസ്റ്റിലായിരുന്നു. വെസ്റ്റ് ബംഗാൾ പോലീസ് ബരോബിഷാർ ഔട്ട് പോസ്റ്റ്. ഐ ലവ് ബരോബിഷാർ. വിവേകാനന്ദസ്വാമിയുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒക്കെ ഒരു സ്റ്റാച്യു ഉണ്ട് ഇവിടെ. സുഭാഷ് ചന്ദ്രബോസ് അലിപ്പൂർദ്വാർ ഡിസ്ട്രിക്റ്റാ. ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ, അപ്പൊ അവിടെ ചെല്ലുമ്പോ വെള്ളച്ചാട്ടത്തില് വെള്ളം വല്ലതും ഉണ്ടാവും. പിന്നെ വെള്ളം കാണും. അവിടെയൊക്കെ മഴയായിരുന്നു ഈയിടെ എല്ലാം. നമ്മളെ വേനൽക്കാലത്ത് പോയിട്ട് അവിടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അതെ, അപ്പൊ പിന്നെ ഈ മഴ പെയ്ത മഴക്കാലം അല്ല ഇവിടെ, മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കാണും. ഇപ്പം നമ്മൾ ബംഗാൾ ഓടി തീരാറായി. ഇവിടെ ഒരു ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടികളെല്ലാം ഇവിടെ ഓരോ ചില്ലറ പണിക്കൊക്കെ ആയിട്ട് നിർത്തിയേക്കുന്ന വണ്ടികളാണ്. ഇതുണ്ട് നടുക്കാ കടകളൊക്കെ, ഡിവൈഡറല്ലേ കടകളൊക്കെ. നോക്കി ഇവിടെ മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ച. അതെ, അത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ എല്ലാ വർക്ക്ഷോപ്പുകളും ഉണ്ട്, മെക്കാനിക്കും ടയറുകടയും ഇലക്ട്രീഷ്യനും എല്ലാം ഉണ്ട്. ഇതല്ലേ പുതിയൊരു കട പണിതുകൊണ്ടിരിക്കുന്നു. പച്ചക്കറി കടയും മീൻ കടയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ബംഗാൾ തീരാൻ പോവുകയാണ്. പോലീസ് ചെക്ക് പോസ്റ്റ് അത് പിന്നെ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്ന ലൈനായിട്ട് ചെക്ക് പോസ്റ്റിലേക്ക് കയറാനുള്ള ലൈനായിരിക്കും കേട്ടോ മിക്കവാറും. ആ ലൈന് ഇവിടെ വേബ്രിഡ്ജ് തൂക്കാനുള്ള ലൈനായിരുന്നു. ഇതുണ്ട്, ഇത് ഇവിടെ MB മോട്ടോർ വെഹിക്കിൾ ചെക്ക് പോസ്റ്റാണ്. 66 അതിലേ കയറി. 66 അതിലേ കയറിയേ വരുള്ളൂ. നമുക്ക് ഇവിടെ നിർത്താൻ വേണമെങ്കിൽ അടുത്ത കാണാത്ത ആൾക്കാരെ മുന്നോട്ട് ഇരുത്തി. അതെ, അവര് കാണട്ടെ. അതെ, ഇത് കണ്ടതാ. അതെ, ഇത് കണ്ടതാ. ഓളത്തിനങ്ങ് വെച്ചെന്നോ കാർ വണ്ടികൾ പിക്കപ്പ് അതിലൊന്നും. അപ്പൊ ഇതേ ഇവിടം കൊണ്ട് ബംഗാൾ തീരുക. തീർന്നോ? തീർന്നു. എത്ര ദിവസമായി. താങ്ക് യു. അച്ഛലകാന്ന് നല്ലതാന്ന്. മാഡത്തിന് ലൈസൻസ് ഉണ്ടോന്നൊക്കെ ചോദിച്ചു. എന്നാ വലിയ നദിയാന്ന് നോക്കിയേ. നദിയിൽ ഇഷ്ടം പോലെ വെള്ളവും മണൽ വാരി കൂട്ടിയേക്കുന്നുണ്ടോ അങ്ങനെ. നദിയിൽ നിന്ന് കണ്ടോ ഈ കല്ല് വാരിക്കൊണ്ടിട്ടേക്കുന്നത്, ഉരുളൻ കല്ലുകൾ. മെറ്റലിന് പകരം ഇതാ ഉപയോഗിക്കുന്നത് ഇവിടെ. അതെ, വീട് പണിയാനൊക്കെയോ? എല്ലാത്തിനും. ആസാമിൽ പിന്നെ ബോർഡർ ചെക്ക് പോസ്റ്റുകളൊന്നുമില്ല. ഇവിടെ ആസാം പോലീസിന്റെ ഔട്ട് പോസ്റ്റ്. വെൽക്കം ടു ആസാം. നമ്മൾ ആസാമിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ അതെ, 66 ആസാമിലേക്ക് കയറാൻ പോവാണ്. സിൽച്ചാർ 563, ഗോഹട്ടി 260 കിലോമീറ്റർ. NH 27 ബാർപേട്ട റോഡ് 133 കിലോമീറ്റർ. പുട്ടൂറ്റി ഇത്ര ഉണ്ടോ നോക്കി. അതെ, അതിന്റെ അടപ്പെടുക്കാൻ മറന്നുപോയി. അടപ്പില്ല. അത് കണ്ടപ്പോ എന്നെ ആവേശമാണ് പുട്ടുകുറ്റി കണ്ടപ്പോ. നമ്മുടെ വണ്ടിയെ പുട്ടുകുറ്റി ഉണ്ടോ? അതുമില്ല, അതാ വീട്ടില് അല്ലേ. നിങ്ങക്ക് പുട്ടുണ്ടാക്കി തന്നാ മതിയോ പുട്ടുകുറ്റി ഇല്ലാതെ? അത് മതി. രാവിലെ പഴം പുഴുങ്ങിയ പോലെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് തരാനല്ലേ പുട്ട്? ഞങ്ങക്ക് ഇഡലി പാത്രത്തിലൊന്നും പുട്ട് വേണ്ട, ഞങ്ങക്ക് പുട്ടുകുറ്റി തന്നെ പുട്ട് വേണം കേട്ടോ. നിങ്ങക്ക് പുട്ടായാ പോരെ? അല്ല, ഞങ്ങക്ക് പുട്ടുകുറ്റി തന്നെ വേണം. പുട്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി തരാം, പക്ഷെ പുട്ടുകുറ്റി മാത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ചേട്ടപ്പുട്ട് തരാം. ആ പുട്ടുകുറ്റി എടുക്കാൻ മറന്നുപോയി. ചേട്ടപ്പുട്ട് എടുത്താ അല്ല, ചേട്ടപ്പുട്ട് ചേട്ടല്ലേ ഉള്ളേ. തേങ്ങ പൊട്ടി എന്തായാലും ഉണ്ടാക്കി തരും. ആയിക്കോട്ടെ.
അപ്പോഴേ ഇനി നമ്മള് നോർത്ത് ഈസ്റ്റിന്റെ കവാടമായ ആസാമിലൂടെ. ഇവിടെ എന്താ ഇവിടെ ബ്ലോക്കാണോ? ആ ഇവിടെ മറ്റേ ആസാമിന്റെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടുത്തെ തിരക്കാം. ആസാമിലേക്ക് കയറിയപ്പോഴേ ബംഗാളിലെക്കാട്ടിൽ ചൂടുണ്ട് ഇവിടെ. മഴ പെയ്തിട്ടുണ്ട് എന്നാലും ചൂടുണ്ട്. ഇതുണ്ടോ ഒരു ലോഡ് കണ്ടോ? വണ്ടിയുടെ അത്രയും കൂടെ നീളമുണ്ട്. നോക്കി എന്നാ ലൈൻ എന്തേരം ദൂരെയാന്ന് നോക്കിയേ വണ്ടി കിടക്കുന്നത്, എത്ര ദൂരം. ഇവിടെ ആരും ഇല്ലേ, പോലീസുകാരൊന്നും ഇല്ലേ? ആള് കാണുമായിരിക്കും അപ്പറേ, അല്ലെങ്കിൽ പിന്നെ വണ്ടി ഇവിടെ കിടക്കുകയല്ലോ. അവിടെ ഉണ്ട്, ആളുണ്ടോ? ആ പോലീസ് ചെക്ക് പോസ്റ്റാ അത്. ഇങ്ങോട്ട് വരുന്നിടത്ത് ചെക്ക് ചെയ്യുന്ന ഇവിടെ ഇങ്ങോട്ട് വരുന്ന ലൈനിലത്. പണ്ട് ഇവിടെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്, അതെല്ലാം അതിലേക്ക് കയറിയായിരുന്നു വണ്ടി പോകണ്ടേ. അതെല്ലാം ചെക്ക് പോസ്റ്റാണ്. അതെല്ലാം ചെക്ക് പോസ്റ്റിന്റെ ബിൽഡിങ്ങുകളായത്, കാട് കയറി കിടക്കുന്നു. അതല്ലേ അതെല്ലാം RTOയുടെ ബിൽഡിങ്ങുകളായിരുന്നു. അതെല്ലാം ഇപ്പം നിർത്തിയല്ലോ, അതുകൊണ്ട് ചുമ്മാ കാട് കയറി കിടക്കുക. ഇപ്പോഴേ സൂര്യ വണ്ടി ഓടിച്ചിട്ട് 1-2 ദിവസമായി. 66 ഓടിച്ചു. ആ ഇത് ഓടിക്കാം. ഇത് ഓടിക്കാനിരുന്ന ചുറ്റോടെ കാഴ്ച കാണത്തില്ല. ആ അതാണ് ഒരു പ്രശ്നം. ഇത്രയും വലിയ ഗ്ലാസ് ആയിട്ടൊന്നും കാണുന്നില്ല. നേരെ തന്നെ കാണുള്ളേ. ഡാമ സൈഡിലൊക്കെ നോക്കാമല്ലോ. ആ അത് തല ഇങ്ങനെ 360 ഡിഗ്രിയിൽ തിരിക്കാം. 360 തിരിയോ? അതെന്ന് പോലെ 180. ആ ശരിയാ, മാറിപ്പോയി വെച്ചേ. അപ്പൊ ഇന്ന് നമ്മള് ലോഡ് ഇറക്കുന്ന സ്ഥലത്ത് എത്തും. നാളെ മുതൽ നമ്മൾ കറക്കത്തിലായിരിക്കും. ഇങ്ങോട്ട് നോക്കി എന്നാ രസം നോക്കി. കുളിക്കായിരുന്നു. അതെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ചേച്ചി. ഒരു മീൻ പിടിക്കുന്ന അതുകൊണ്ട്. ആണോ? നമുക്ക് കുളിക്കാൻ ചെയ്യാൻ മീൻ പിടിച്ചിട്ട് പോയാലോ? മീൻ പിടിക്കാൻ അറിയാവോ? അങ്ങനെയൊന്നും അറിയത്തില്ല, ചൂണ്ടയിടുവാണെങ്കിൽ പിടിക്കാം. വല എടുത്തില്ല, ചൂണ്ട എടുത്തില്ല. അല്ല അത് മീൻ തന്നെയല്ല, അവരെന്തോ അതിനകത്ത് ഇങ്ങനെ പിടിക്കുന്ന. കക്ക വരുമായിരിക്കും. ഞാവണിക്ക ഇവിടെ കുളിക്കുന്നുണ്ട്, അവർ അലക്കുന്നൊക്കെയാ കണ്ടോ. അത് അക്കരയെന്നാ വരുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ വഴിയില്ല കുട്ടി. ഇവിടുന്ന് ഇഷ്ടം പോലെ മുള കയറി പോകുന്നുണ്ട് നോർത്തിലേക്കും, പിന്നെ നമ്മുടെ അവിടേക്കും ഒക്കെ വരുന്നുണ്ടെന്തോ. ആസാമിൽ ഇഷ്ടം പോലെ നദികൾ അതേപോലെ. ആസാമിലും ബംഗാളിലും ഒക്കെ. ആസാമിലാ കൂടുതലും. ഓ ഇതുണ്ടോ ഒരു ടാങ്കർ കത്തി കിടക്കുന്നത്, കുറെ കാലം ആയതാന്ന് തോന്നുന്നു. പിള്ളേരല്ലാതെ സ്കൂളിൽ പോയിട്ട് പോന്നു സൈക്കിളില്. ഇവിടെ സ്കൂൾ അടച്ചില്ലല്ലേ? ഇല്ലെന്ന് തോന്നുന്നു, ഇവിടെ സ്കൂൾ അടച്ചിട്ടില്ല. എക്സാം ഒക്കെ ആയിരിക്കും ചിലപ്പോ. ഇവിടെ നല്ല നിരപ്പ് സ്ഥലമല്ലേ, അതുകൊണ്ട് സൈക്കിൾ ഓടിക്കാൻ നല്ല രസമാണ്. നല്ല ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ, അതാ ഇത്രയും പച്ചപ്പ്. ആംബുലൻസ് കാലിയാ, അവരെ നിർത്താൻ പറഞ്ഞു നമ്മളോട്. ആസാം ആയിരിക്കും അല്ലേ? ആസാം तेलंगाना. अभी कहाँ का गाड़ी इधर? आसाम इम्फाल का? ओ हम लोग कल बिहार गया था। बिहार गया था। ये और आपका ट्रक हाँ ट्रक है पीछे। अभी इम्फाल का आदमी है तुम लोग? ओ गाड़ी आसाम का नंबर है। हाँ 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 आप लोग का ब्लॉग दिखता है। हाँ ओके। अभी आप लोग कहाँ जा रहे हैं? अभी मेघालय जा रहे हैं। हाँ बाद में सिक्किम भी जाना है। सिक्किम। हाँ पूरा फैमिली है ना। हाँ वापस आके। हर वक्त ये गाड़ी के साथ आप लोग ये गाड़ी लेके जाते हैं? नहीं अभी अब छुट्टी है ना, बच्चों का छुट्टी है ना, स्कूल नहीं है इसलिए। नहीं तो हम कल ट्रक भी आते हैं, 3 आदमी आएगा. കുഞ്ഞിക്കളി ഇങ്ങോട്ട് പോകുന്നായിരുന്നു. ഞാൻ ഓർത്തു മുമ്പേ ആസാമിൽ കൂടെ ചെക്ക് പോസ്റ്റ് നിർത്താൻ പോകുന്നു. അല്ല ചെക്ക് പോസ്റ്റ് നിർത്താൻ വന്നിട്ടേ ഉടനെ വിളിച്ചിട്ട് പറയാ, അതെ നിങ്ങൾ പതുക്കെ പോണം, ഞാൻ നിർത്താൻ പോകുന്നിട്ട്. ബാക്കിയുള്ള ലൈനിൽ നിൽക്കുക, ഇത് പോണന്റെ പുറകെ അതേ സൈഡിൽ കയറി പോയി. പണി വാളി ഇനി ഒതുക്കാനിടയൊന്നുമില്ല. ഇവരോട് പോയി എന്നോട് ഒരു പോലീസുകാരൻ കൈ കാണിച്ചു. ഞാൻ പറഞ്ഞു മേഡം കാ കാണിച്ചു. അല്ല അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോ ചെറിയൊരു വിറയല്. ഞാനതാ പറഞ്ഞ പിന്നെ ആകെ ഉള്ള ഒരു ആശ്വാസം കുഞ്ഞുങ്ങളിനകത്തുണ്ടെന്നുള്ളത്. ഫാമിലി വി ടുഗദർ ഗോയിങ്. അതിലും പറ്റും എന്നാ പറയാ, ബംഗാളില് അവര് കൈ കാണിച്ചായിരുന്നു ഇങ്ങനെ വണ്ടി നിർത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞു ദീദിക്കാ ഗാഡി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ദീദി എന്തെന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ടിലത്തെ വണ്ടി എന്ന് പറഞ്ഞു. സച്ചിൻ ഞാൻ നോക്കാറ് ഫോണേ മറ്റേ ദാമിക്കുട്ടി ഫോണേ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാമിക്കുട്ടി ഇങ്ങനെ എടുത്ത് ഒറ്റപ്പോക്ക്. അപ്പൊ സച്ചും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ഫുൾ ഫാമിലി. പിന്നെ ബൈക്കുകാരൻ മറിഞ്ഞു വീണപ്പോഴേ ദാമിക്കുട്ടി ഇതിനകത്തുണ്ടായിരുന്നായിരുന്നു പ്രശ്നം. എന്നുവെച്ചാൽ പിള്ളേരല്ലേ, ആൾക്കാരെന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റിയല്ലോ. असम कैसे लगा? असम बढ़िया है ना, बहुत सुंदर है। हाँ कौन सा अच्छा गाड़ी है? ലോറി अच्छा है. അല്ലെങ്കിൽ ഇവർക്കെല്ലാം ലോലോയാ ഇഷ്ടം, ദാമിക്കുട്ടിക്കും അമ്മയ്ക്കും കുഞ്ഞിക്കളിക്കും ഒക്കെ. പിന്നെ വാഷ്റൂം മാത്രമാണ് ഒരു പ്രശ്നം. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പമ്പി നിർത്തിയാൽ മതി.
ആ പമ്പ് നിർത്തിയാൽ മതി, എല്ലാ പമ്പുകളും നല്ലതല്ലല്ലോ, അതല്ലേ പ്രശ്നം. അത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ കുഞ്ഞുങ്ങളെ ഇത്ര യാത്ര ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ആകും. ആ ഇപ്പൊ കണ്ടോ, പണ്ടാണെ പറ്റിയല്ല, ഇപ്പൊ കണ്ടോ, അത് നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനായി. കുഞ്ഞിക്കളി എത്ര വയസ്സുള്ളപ്പോഴേ വണ്ടിയെ കുഞ്ഞുങ്ങളെ ഇപ്പൊ 2 വർഷം മുകളിലായില്ലേ, 3 വർഷമായി. 3 വർഷമായി. ആ 9 വയസ്സ്. ചോട്ടായിരുന്നു, ഇച്ചിരി ഉള്ളായിരുന്നു. ദാമക്കുട്ടിയുടെ അത്ര ഉള്ളായിരുന്നു ആദ്യം വരുമ്പോ. ഇപ്പൊ അമ്മക്കാട്ടി പൊക്കം വെച്ച്. UP ട്രിപ്പ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു ആദ്യം ഏത് ട്രിപ്പ് കുഞ്ഞുങ്ങളി വന്ന നമ്മള് ലോറിയൽ അല്ല, UP എന്റെ ഫസ്റ്റ്. ആ അന്ന് എല്ലാവരും കൂടെ ഫാമിലി പോയതോ? ഫാമിലി UP. അതാണ് ഫസ്റ്റ് ട്രിപ്പ്. ആ അതിന് മുമ്പ് വന്നിട്ടില്ലേ? ചേട്ടച്ചൻ പോയിട്ടുണ്ട് ഡൽഹിയിൽ. ആ ചേട്ടാച്ചൻ പോയിട്ടുണ്ട്. രാവിലെ ദാമക്കുട്ടി അച്ഛയുടെ ഫോൺ എടുത്ത് നോക്കിയപ്പം ചേച്ചൂട്ടിയുടെ പടമാണ് വാൾപേപ്പർ ഇട്ടേക്കുന്നത്. ഭയങ്കര വഴക്ക്, അത് ഡിലീറ്റ് ചെയ്ത് കളയണം, എൻ്റെ ഫോട്ടോ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണം ദാമക്കുട്ടിയുടെ, ഒരെണ്ണം ചേച്ചുവിൻ്റെയാ. അത് പറ്റത്തില്ല, മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയണം. ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാനൊരു ചെറിയ സാധനം കേട്ടു. ആരാ പറഞ്ഞത്, പിന്നെ സൂര്യചിയുടെ ഫോട്ടോ ഇട്ടാ പോലെ ഫോട്ടോ എടുത്തെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് സൂര്യ ചോദിച്ചു. ആ അപ്പൊ സൂര്യചി ചോദിച്ചു. അപ്പൊ രാഷണം പറയാം, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മെയിൻ ഡ്രൈവറൊക്കെ എന്തിയാ കാണുന്നില്ലല്ലോ. ഉണ്ട്, വണ്ടിക്കകത്തുണ്ട്. ഇതുണ്ടോ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ ഡ്രസ്സ് ഉണ്ടോ അവരുടെ? ഇതേ ഇവിടെ സ്കൂളാന്ന് തോന്നുന്നു, സ്കൂളിൽ നിന്ന് പിള്ളേരെ വിളിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നതാന്ന് തോന്നുന്നു. എവിടെ പോവാ? അല്ല ഇവിടെ ആൾക്കൂട്ടം. ഇത് അവിടെ സ്കൂളാ, ഇത് കണ്ടോ, ആ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരാ. സൂര്യ ഇവിടെ ഇവരുടെ ലേഡീസിന്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ടോ? അതുണ്ടോ, കൊച്ചിനായിട്ടാക്കുന്നുണ്ടോ? അച്ഛാ ഡ്രസ്സ് നമ്മുടെ അവിടെ ഇത് കൂട്ട് സാരിയുള്ള. ആ ആ നേരെ നിന്നോ, ദാമി ബാ, ദാമി നിന്നോ, ഫോട്ടോ. ദാമിക്കുട്ടി അതുകൊണ്ട് വാവ കിടക്കുന്നുണ്ടോ, കുഞ്ഞാവ കിടക്കുന്നുണ്ടോ? വാവ ഉണ്ടോ? വാവ ഉണ്ടോ? ദാമിക്കുട്ടി ഞങ്ങൾ അങ്ങനെ ഇട്ടാലോ? നേരത്തെ ഞങ്ങളൊന്ന് ആലോചിച്ചായിരുന്നു. ചാൾസ് ഡാർവിൻ ഇംഗ്ലീഷ് സ്കൂൾ. മേഘാലയക്ക് പോയാലൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് അവർക്ക് അറിയാം. ആ മേഘാലയയിൽ ഇംഗ്ലീഷ്, മേഘാലയയിലെ ഭാഷയുണ്ടല്ലോ, ഗാരോ, ഗാസി, അങ്ങനെ കുറെ ഭാഷകളുണ്ടല്ലോ, അതിന് ലിപിയില്ല. ഇംഗ്ലീഷാണ് ലിപി അവരുടെ. നമ്മൾ മലയാളം ഇംഗ്ലീഷിൽ മംഗ്ലീഷ് എഴുതിയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ. ചേട്ടാ അരുണാചലിലെ ഔദ്യോഗിക ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷുമായിട്ടുണ്ടല്ലോ ഇല്ലേ? ആണോ, എനിക്കറിയത്തില്ല. ആ അത്രയൊന്നും ഇല്ല, ജനറൽ നോളജ് ഇല്ല. ആകാശിനൊക്കെ എവിടെ സമയം കിട്ടുന്നു ഇങ്ങനെ ഈ വണ്ടിയെ ഇതൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട്? PSCക്കല്ലോ നോക്കണ്ടോ? ഇന്നലെ ഉച്ചയ്ക്ക് മുറാദാബാദി ബിരിയാണി ഉണ്ടായിരുന്നു. അന്നേരം ആ ബീഹാറിൽ കൂടെ വന്നപ്പം കുഞ്ഞുങ്ങളെ ഉറങ്ങിപ്പോയി. എന്നെ വിളിക്കണ്ടായിരുന്നോ? അത് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ കുഞ്ഞുങ്ങളെ ഉറക്കമായിരുന്നോണ്ട് ഇനി ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് വിളിച്ചില്ല. എവിടെ ബിരിയാണി കാണുമ്പോഴേ എന്നെ വിളിച്ച. കുഴപ്പമില്ലല്ലേ? You had an accident in Karnataka too, right? Yeah. Which was better? Which jail was better, Karnataka or West Bengal? Two police station, police are wonderful cooperative. And Saharanam Achane. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ? Society ne Saharanam. Did they call you as comrade Akash? പറയരുതേ, അത് മാത്രം എന്ത് പറയരുത്. You kill dead body. You killed dead body? ശവത്തെ കൊല്ലരുത്. തൂങ്ങിച്ചത്തന്നെ തല്ലിക്കൊല്ലുന്നല്ലേ? അത് തന്നെ. അപ്പോഴേ ഇവിടെ വഴി ബ്ലോക്കാണ്. നമ്മൾ കുറെ നേരം വന്നിട്ട് നമുക്ക് മുന്നോട്ടൊന്ന് പോയി നോക്കാം. നടന്നു പോയി നോക്കാം. സൂര്യക്ക് ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. സൂര്യ ഭൂട്ടാനിലേക്ക് 37 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ. ആ അതുണ്ടോ, ഗലേപ്പു ബോർഡർ. കുറെ നേരമായി വഴി ബ്ലോക്ക് ആയിട്ട്. ഒരു വണ്ടിയും പോകുന്നില്ലെന്ന് തോന്നുന്നു, കാറും ഒന്നും പോകുന്നില്ല. ആദ്യം ഈ ഒരു ലൈനെ ബ്ലോക്ക് ഉള്ളായിരുന്നു, ഇപ്പൊ ഇവിടെ വണ്ടികൾ വന്നു, മൊത്തം ബ്ലോക്കായി. അല്ല ബൈക്കിന് വന്നിരുന്നെങ്കിൽ ഇപ്പൊ കയറി പോവായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളപ്പം മാത്രമേ ആ ഒരു സൗകര്യം ഉള്ളൂ. അതെ, ഈ സൈഡ് പോകാൻ തുടങ്ങി വണ്ടി. ഇങ്ങോട്ടും വണ്ടികളൊന്നും വരുന്നില്ല. അങ്ങ് വരെ വണ്ടികൾ കിടക്കുക. ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്, അതിലേ അങ്ങോട്ടൊന്ന് പോയി നോക്കാമായിരുന്നു. ഇങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് വരുന്ന എങ്ങനെ? രണ്ട് സൈഡിലും വണ്ടിയില്ലേ? ഈ സൈഡിൽ വണ്ടിയായിപ്പോയി, ഇനിയിപ്പം വണ്ടി എടുക്കാൻ പറ്റിയല്ല. പോലീസ് വണ്ടി വന്നു പോയി.
ആ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പം വണ്ടി വരുന്നുണ്ടല്ലോ, ഇപ്പം വരാൻ തുടങ്ങി. കുറച്ച് ചെറുപഴം മേടിച്ചാലോ? കേല ഇതർക്കേ കേല മനസ്സിലായോ? इधर का है ये 2 पीस में 200 रुपये 2 पीस में 200 2 रुपये 2 रुपये 10 रुपये 10 rupees. 2 में 10 रुपया. ഓ ഓക്കെ ഓക്കെ. രണ്ടെണ്ണം 10 രൂപ. ആ അങ്ങനെ. രണ്ടെണ്ണം 10 രൂപ. ഓ അങ്ങനെയല്ലേ? അതെ, ഈ ഒരു ഡസന് 90 രൂപ ആവും. ഈ ഒരു ഡസനും ആ ഒരു ഡസനും എല്ലാം ഡസന് 90 രൂപ. അതിൽ ഒരെണ്ണം എല്ലാത്തിലും അതങ്ങനെ അന്നേരം കണക്ക് ശരിയാവല്ലോ. രണ്ടെണ്ണത്തിന് 10 രൂപ ആണെങ്കിൽ 60 രൂപ വരുള്ളൂ ഡസന്. ആ വണ്ടി വരുന്നുണ്ട് അവിടുന്ന്, ചിലപ്പോൾ ഓപ്പൺ ആവുമായിരിക്കും. കറക്റ്റ് 12 എണ്ണം അല്ല ഇന്നത്തെ. അത് കൂടുതലുണ്ടായിരിക്കും, അതാ. ഇതില് 16 എന്നാ മേടിച്ച് 2 എണ്ണം മേടിച്ചു. അതെ അതെ, വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇടേണ്ടതായിരുന്നു. എടുത്തോണ്ട് വരികയാണ്. അവർ പോയി പോലീസുകാരോട് ചോദിച്ചു ഇതുപോലെ മരത്തയ്യാന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എടുത്തോണ്ട് വരികയാണെങ്കിൽ ഈ വഴി എടുത്തോണ്ട് വരി കയറ്റി വിടാമെന്ന് പറഞ്ഞായിരുന്നു. ആ റോഡ് ഓപ്പൺ ആകാൻ താമസിക്കുമെന്ന് തോന്നുന്നു. എന്നാ വിഷയമൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകണമെങ്കിൽ ഈ വല സൈഡിലെ വണ്ടിയെല്ലാം മാറണം. എല്ലാം മൊത്തം വണ്ടിയായി പോയി. ഇതുണ്ടല്ലേ, ആ വന്ന സമയത്തായിരുന്നു മുന്നോട്ട് കയറ്റി ഇടായിരുന്നു. വണ്ടി ഒന്നും ഇല്ലായിരുന്നു ഈ സൈഡില്. ഈ സൈഡ് മൊത്തം ബ്ലോക്കായി. ഫറാക്കയില് ബ്ലോക്ക് കിട്ടിയില്ല, പകരം ഇവിടെ കിട്ടി. അതെ, ആ ഈ സൈഡ് പതുക്കെ വണ്ടി പോകുന്നുണ്ട്. ഡ്രൈവർമാരെല്ലാം നല്ല സഹകരണമാണ്. ഇതുപോലെ നമ്മളെ അറിയാവുന്ന അതെ, അതുകൊണ്ടാക്കിയാലും വണ്ടി നിർത്തി തന്നു എടുക്കാതെ. അതുകൊണ്ട് നമ്മുടെ വണ്ടി അങ്ങ് പോകും. കുറേ ഡ്രൈവർമാരൊക്കെ വണ്ടി വിട്ടിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. അങ്ങനെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. തണുപ്പൊക്കെ അങ്ങോട്ട് പോയി ചൂടായി. വെളി നല്ല ചൂടാ, വെയിലിന് നല്ല ചൂടാ. ഇന്ന് ഉച്ചയ്ക്ക് കടയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇനി എവിടെ പോയി കഴിക്കും? കട വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുമല്ല ഇനി വഴി ബ്ലോക്ക് ആണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഈ സമയം കൊണ്ട് കഞ്ഞി വെച്ചാൽ മതിയായിരുന്നു. അല്ല, ഇപ്പോൾ വേണേലും വെക്കാം. ഇനി എവിടെയെങ്കിലും നിർത്തുമ്പോൾ കഴിക്കാം. നമുക്ക് ആ 4 കോടി ജംഗ്ഷൻ ചെന്നിട്ട് റൈറ്റ് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകണം. ഈ സൈഡ് മൊത്തം വണ്ടികൾ കിടക്കുക. ചലോ ചലോ. നമ്മൾ പോരുന്നുണ്ടോണ്ട് ഇനി പുറകെ എല്ലാ വണ്ടിയും പോരും. അതെ, മിക്കവാറും വരും. 2 വണ്ടി മുന്നിലുണ്ട്. അതിനെന്നറിയോ, എനിക്കൊന്ന് ഗോട്ടി റൂട്ടിൽ വല്ലതും ആയിരിക്കും അങ്ങോട്ട് ബ്ലോക്ക് ആയേക്കുന്നതെന്ന് തോന്നുന്നു. ഈ വണ്ടിയെല്ലാം ഗോട്ടി പോകാനുള്ള വണ്ടികളാണ്. എന്ത് വണ്ടികളാണ് കിടക്കുന്നത് നോക്കി, ഇത്ര ദൂരമായി. ബ്ലോക്കാകുമ്പോൾ തെറുതി വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതൊക്കെ പോകാന്നുള്ളൂ. ലോറിയാണെങ്കിൽ പിന്നെ നമ്മുടെ ലോഡ് മരത്തൈ ആയതുകൊണ്ടും ഈ വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നമുള്ളതുകൊണ്ടും ചെന്ന് സംസാരിച്ചത്. അപ്പോൾ അവർ എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. നമ്മളവിടെ കിടന്നായിരുന്നെങ്കിലേ. അല്ല, ഇത് ഒത്തിരി സമയം എടുക്കും. ഉടനെ വിടുമെന്ന് തോന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് 1-2 വണ്ടിയൊക്കെ വരുന്നുണ്ട്. വല്ലപ്പോഴും വരുന്നുള്ളൂ. അങ്ങോട്ട് ഇവിടെ തൊട്ട് 2 ലൈനും ബ്ലോക്കാണ്. കുഞ്ഞുക്കിളി കുറേ നേരമായിട്ട് ലോലോയലാണ്. അതെ, കുഞ്ഞിക്കിളിയെ കൊണ്ട് ഞങ്ങൾ ഇനി തന്നെ വരുന്നുണ്ട്. അതെ, കുഞ്ഞിക്കിളി അതുകൊണ്ട് കുഞ്ഞിക്കിളി തന്നെ വരണമെന്ന് ഓർത്തിരുന്ന അന്നേരം ഇവരെ എല്ലാം കൊണ്ടുവന്നേ. അതുകൊണ്ട് കുഞ്ഞിക്കിളിക്ക് ഒരു മൂഡ് ഓഫ് ആയി പോയി. അതാ കുഞ്ഞിക്കിളി ചോദിച്ചാൽ എന്തിനാ ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നത്? അവധിക്ക് നമുക്ക് തന്നെ പോന്നാ പോരായിരുന്നു. എന്ത് ചെയ്യും, എല്ലാ അവധിക്ക് ഇവരെ എല്ലാരെയും കൊണ്ട്. അതെ, ഇത് നമ്മൾ വരുന്നതിനൊക്കെ ഒത്തിരി മുമ്പായി വഴി ബ്ലോക്ക് ആയതാണെന്ന് തോന്നുന്നു. എന്ത് വണ്ടികൾ കിടക്കുന്നതെന്നൊക്കെ. രാത്രിയിൽ ഓടിപ്പോയാൽ പോരായിരുന്നോ? വെൽക്കം ടു ചിരാങ് ഡിസ്ട്രിക്ട്. 2004 കേട്ടോ ചിരാങ് ഡിസ്ട്രിക്ട്. കടുവ ഉണ്ട്, കടുവ. അതെ, റോഡിലുണ്ടോന്ന് നോക്കിക്കോണം കടുവയൊക്കെ. എവിടെ? അവിടെ കിടപ്പുണ്ട്. ആ എന്നാന്നറിയോ, ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാന്ന്. അപ്പം അങ്ങോട്ട് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഈ സൈഡിൽ വന്ന് കയറി. പോലീസുകാരുണ്ടായിരുന്നു, പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ അറിയാവുന്ന കേട്ടോ. ആണോ? ഞാൻ ഇത് വീഡിയോ കാണിച്ചപ്പോഴാ ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. മെയിൻ ഡ്രൈവർ നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു രീതിക്ക് അങ്ങ് ആസാമിലും പിടിയുണ്ട്. അതെ, ബംഗാളി മാത്രമല്ല. ഇതാ ഭൂട്ടാനിലേക്ക് പോകുന്ന വഴി. ഇവിടെ 30 കിലോമീറ്റർ ഉള്ളൂ ഭൂട്ടാൻ ബോർഡർ. ഗലേപ്പോ എന്ന ബോർഡറിന്റെ പേര് തന്നെ ഇവരിവിടെ നിർത്തിയ. ഇവരെന്നെ ഇവിടെ ഒതുക്കിയത്. കടവെല്ലാം കണ്ടോ? അതെ, ഇങ്ങോട്ട് നോക്കിയേ, പാരിജാതം നിൽക്കുന്നുണ്ടോ നിറയെ പൂക്കളായിട്ട്. നമ്മളെ വീട്ടിലൊരു പാരിജാതം വെച്ചിട്ട് അത് പൂവുമില്ല, കായും ഇല്ല, ഒന്നുമില്ല. വല്ലപ്പോഴും കഴിക്കും 1-2 ഇതുപോലെ പൂക്കുമല്ല. എന്നാ കിട്ടുന്ന ഇവിടെ? ഈ ടൈപ്പ് പൊറോട്ടേ ഉള്ളൂ. ഏ ടൈപ്പ്? ഈ ടൈപ്പ് सब्जी क्या मिलेगा? सब्जी पूछा नहीं है. वो पूछना क्या था ना? क्या चाहिए? आलू करी, अंडा करी, ആ ऐसा कोई मिलता है? അത് എന്നോടാണോ ചോദിക്കുന്നത്? അവിടെ ചോദിക്കാം. होटल वाला को पूछना क्या ना? അപ്പോൾ അതൊക്കെ വണ്ടി ഇങ്ങോട്ട് ഒതുക്കിയിടാം. അവിടെ എന്തൊക്കെയോ പൊറോട്ട എങ്ങാണ്ടേ ഉള്ളൂ. ആ മതി മതി മതി. ഭായ് കൈസാ ബസ് സാൽ ഹോഗാ.
फॉलो किया है, वो आया नहीं, एक दिन मिला था, वो फिर भी चला गया। नहीं हम लोग आए थे लेकिन रात को आए थे. हाँ പുള്ളി കണ്ണൂരുണ്ടായിരുന്ന ആളാ കേട്ടോ. ഇപ്പൊ ഇവിടെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പൊക്കെ ഇട്ട് കേരളത്തിലുണ്ടായിരുന്ന മലയാളമൊക്കെ അറിയാം. इधर अच्छा चलता है, हाँ. चलो पूरा आदमी चलिए, वो चाय पी के रह रहा है। नहीं इधर ही होटल है इधर. इधर पे ठीक नहीं, इधर बोल दिया. खाने के लिए बोला है, खाने के लिए खाना इधर पे ठीक नहीं है। ചേട്ടാ പേര് ചോദിച്ചു കേട്ടില്ലേ? പേരെന്താന്ന്? ദാമിന്ന് പറ. പറഞ്ഞോ പേര്. ആ കേട്ടോ, പേര് പറഞ്ഞേ. ഹിന്ദി അറിയില്ല, ഹിന്ദി മനസ്സിലായില്ല. ഹിന്ദി മനസ്സിലായി. ദക്ഷ പറഞ്ഞേ. ഹിന്ദി പറഞ്ഞേ. आती है आपको? आती है हिंदी? आती है? हिंदी आते? क्या नाम क्या आपके? मेरा नाम गंगा. गंगा है. बढ़िया, बहुत बढ़िया नाम है। നമുക്കേ ഇന്ന് കേരള ഫുഡും ആസാമി ഫുഡും കൂടെ ഒരുമിച്ച് കഴിക്കാം. ഇവിടെ പൊറോട്ട വീശി വെച്ചതില്ല, അല്ലാതെ ചുടുക. ഈശയൊക്കെ പറഞ്ഞതിന് സമയമെടുക്കും. രാജേഷ് മട്ടനൊക്കെ ചൂടാക്കി മട്ടൻ കറിയും പഴയം കഞ്ഞിയും കൂടെ എടുത്തോണ്ട് വരുന്നുണ്ട്. മട്ടൻ മുന്നേ വരുന്നു. അതെ, പഴയം കഞ്ഞി കഞ്ഞി പറയാൻ. അപ്പം ഉള്ള മട്ടൻ കറിയും കഞ്ഞിയും എല്ലാം കൂടെ കഴിക്കാം. ഇത് പൊറോട്ട റെഡിയായി. ഇത് പൊറോട്ട എന്ന് പറഞ്ഞാൽ അടയെന്ന് പറയാം. എന്നുവെച്ചാൽ വീശാത്ത പൊറോട്ടയാണ്. ഇത് പച്ചപ്പയറ്, ഇത് ഉരുളക്കിഴങ്ങും പരിപ്പും കടലയും എല്ലാം കൂടി ഇട്ട് ഒരു ചാറ്, അത്രേ ഉള്ളൂ. മുത്ത് അവിടെ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞാ, ഞാൻ പറഞ്ഞു കൊച്ചാ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിനെ സൈഡിലിടട്ടെ മുത്തേ? അതിനുള്ള ഉണ്ടോ? ഓ ഇത് അടയാണല്ലോ. മട്ടൻ കറി കുറച്ചേ ഉള്ളൂ, ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിക്കാം എല്ലാവരും. ഇതേ ഈ പീസല്ല, വേറെ പീസ്. അതിനത് കറല, അതെനിക്ക് ലിവറാ കഴിക്കേണ്ടത്. ഇപ്പം മട്ടൻ അടിയാ അവിടെ. ആ ഇതിപ്പോ അടുക്കള കയ്യേറിയോ? അതെ ഹൈജാക്ക് ചെയ്യാ. എനിക്ക് പൊറോട്ട വേണ്ട, പഴയകഞ്ഞി മതി. ഇവിടെ എല്ലാ കറിക്കകത്തും ഉരുളക്കിഴങ്ങ് ഇടുമെന്നാ തോന്നുന്നത്. അതെ കഴിഞ്ഞ ദിവസമേ ചിക്കൻ കറി വെച്ച ചട്ടി കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് മട്ടൻ കറി വെച്ച ചട്ടി പഠിക്കുക. ഇനിയിപ്പോൾ ഇവിടെ പാത്രം കൂടെ കഴുകിക്കൊണ്ട് പോയേക്കാം. ഇവിടെയാണ് നല്ല സൗകര്യം, നല്ല തട്ടൊക്കെ. അതെ പ്ലാവ് നിൽക്കുന്നുണ്ടോ? ഞാൻ കണ്ടത് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞു ചക്ക എവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ ഇത്രയും വലിയ ചക്ക വലിപ്പമില്ല. ഇല്ല പച്ച. ആ ഏതൊക്കെയാലും അവർ നോക്കിയപ്പോൾ ഒരാളിവിടെ ഒന്ന് കഴുകുന്നുണ്ട്, എന്നാ ഇതോടെ ഇരിക്കട്ടെന്ന് വെച്ചു. ആ ചേച്ചി കുറെ പാത്രം കൊണ്ടുവച്ച് കുറച്ചുകൂടെ വരും മിക്കവാറും. അതെ അടുത്തത് വരുന്നുണ്ട്. മാറുന്നില്ലേ? പാത്രം കഴിയാൻ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ടാ? അതെ. മുത്ത് വന്നില്ലേ? മുത്ത് വന്നില്ല. മുത്തിന് ചെറിയ ജലദോഷം പോലുണ്ട്. കിടന്നോ? ആ കിടക്കാൻ പോകാനാ പറഞ്ഞേ. ദേ ആസാമിലെ കഴുക്കൊന്ന പൂത്ത് നിൽക്കുന്നു. എന്നാണേലും മിക്സഡ് ഊണ് നല്ലതായിരുന്നു. ആ അതെ, മട്ടൻ കറി ഉണ്ടായിരുന്നോണ്ട്. അതെ, ആ കടയിൽ അവർ നല്ല സഹകരണമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവിടെ ബ്ലോക്ക് മാറിയിട്ടില്ല കേട്ടോ, അവിടുന്ന് വണ്ടികളൊന്നും വിട്ടിട്ടില്ല. എനിക്ക് ഈ പശു ഇങ്ങനെ മേയുന്ന കാണുമ്പോ കൊതി തോന്നും. മേയാനാണോ അതോ പശുവിനെ വളർത്താനാണോ? മേയാനേ. ആ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കഴുത്തല്ലൊരു കയറും കെട്ടി ഇറക്കി വിട്ടിട്ട് പോയാലോ? മേയാനെന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. ആ അത് ശരി. എന്നാ പിന്നെ അങ്ങനെ പറയല്ലേ. അല്ല പശു മേയുന്ന കാണുമ്പോ അങ്ങനെയാണ് ഒരു പശുവിനെ ഞങ്ങൾ മേടിച്ചു തരാം. അങ്ങനെ ആണല്ല, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ. അല്ല എന്നിട്ട് പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നാ മതി. അങ്ങനെ അത് ഇരിക്കണം. ശരിയാല്ലേ. ആ അതിന് അത് നല്ലതല്ലേ? ശരിയാ. നമുക്ക് നമ്മുടെ താഴെ പാടത്തോട്ട് പോയി പശുവിനെ അവിടെ കെട്ടിയിട്ടോ പശുവിനെ മേടിച്ചു കൊടുത്ത് അവിടെ ഇരുന്നാ മതി. എന്നാലോചിച്ചാലോ നമ്മളെ അത് വേണ്ട. ഈ ചെറിയ പശുവിനെ മേടിച്ചോട്ടെ, നമ്മുടെ ആ ഞാൻ അടുത്ത പ്രാവശ്യമാട്ടെ ഒരു പശുവിനെ മേടിച്ചേക്കാം. അല്ലെ ഈ പ്രാവശ്യം തന്നെ മേടിച്ചോണ്ട് പോയേക്കാം. വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. എനിക്ക് മേയാൻ വേണ്ട. രണ്ട് സുന്ദരിമാര് നിൽപ്പുണ്ട്. സുന്ദരിയിലേക്കുള്ള വഴിയാ ലെഫ്റ്റിലേക്ക് പോകണ്ടേ പോകുന്നത്. സുന്ദരിയിലേക്കുള്ള വഴിയാ. കാണിക്കുന്ന എന്തരാ ഇത് മൊത്തം കാണിക്കുന്നേ. ഇവിടുത്തെ ഒരു മസ്ജിദാ. മസ്ജിദും മദ്രസയൊക്കെ കൂടിയാ. ഗ്യാസ് വണ്ടികൾ നോക്കി എത്രയാണ് നടക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോഴേ ലോലോയിട്ട് വരാൻ ആള് കുറവാണ്. എല്ലാരും അതേ കേറി. എല്ലാവർക്കും ഒരു ക്ഷീണമാണ് ചോറിട്ട് കഴിഞ്ഞപ്പോ. സൂര്യ എങ്ങനെയുണ്ട്? ആസാം ഇഷ്ടപ്പെട്ടോ? ആസാം ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും നല്ല പച്ചപ്പാ. ആസാമും ബംഗാളും എല്ലാം പച്ചപ്പല്ല. എല്ലാം പച്ചപ്പായിരുന്നു.
ചൂട് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ചൂട്, ബംഗാളിലൊന്നും ചൂടില്ലായിരുന്നു, അതെല്ലാം മഴയല്ലായിരുന്നു. ഒറീസ എന്തായാലും മറക്കാൻ പറ്റുകയല്ലോ. ഇല്ല. അടയ്ക്കാമരമൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നു. എല്ലാം ഉണ്ടല്ലേ, വാഴയും. കേരളം പോലെ നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കൃഷികളും ഇവിടെ ഉണ്ട്. അത് ഈ നോർത്ത് ഈസ്റ്റ് സൈഡ് മൊത്തം ഉണ്ട് പറഞ്ഞ. അതുണ്ടോ റബ്ബർ തയ്ക്കുന്നുണ്ടോ? ഇവര് മണൽ വാരാൻ പോയിട്ട് വരുന്നവരാന്ന് തോന്നുന്നു. അതെ. കൊട്ടയും തൂമ്പായും ഒക്കെ ഇല്ലേ, അതെ. ഇതെല്ലാം പാടം. ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇവിടെ കണ്ടാലേ നമ്മുടെ പാലക്കാട് പോലില്ലേ. ശരിയാ, ആ മലനിരകളും പാടവും ഒക്കെ കാണുമ്പോ തോന്നില്ലേ. അതെ, അതേലെല്ലാരും ഉറക്കുക. മൊത്തം രാജേഷൻ മാത്രമേ ഇരിപ്പുള്ളൂ, ബാക്കി എല്ലാരും ഉറക്കുക. ഇവിടെ എല്ലാം എന്തോ പോളയാ പൂത്ത് നിൽക്കുന്നല്ലേ. ഉണ്ടോ മുളയും കൊണ്ടുള്ള പാലം. ഇതുണ്ട് ഇവിടെ എല്ലാം വഴിയിലാക്കും ചോളം ഉണങ്ങാനിട്ടേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ പുഴയുടെ തീരമൊക്കെ കാണാൻ. ഈ സമയത്തൊക്കെ ഇവിടെ ഉണക്കാ. ഞങ്ങൾ നേരത്തെ വരുമ്പോ ഇവിടെ എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു. സൂര്യ, ഇതെല്ലാം ഈ കൽക്കരിയാ കണ്ടോ. ഇന്നലെ നമ്മളെ ചായക്കടയിൽ കയറിയ പാപ്പുള്ളി അല്ലേ, കൊയില. സൂര്യ, നമ്മളിപ്പം ബ്രഹ്മപുത്ര നദിയാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സൈഡിൽ കൂടെ റെയിൽവേ ലൈൻ ഉണ്ട്. അതായത് ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ട്രെയിനും പോകും. നല്ല നീളമുള്ള പാലമുള്ളോ. പിന്നെ നല്ല വീതികളുണ്ട് നദിക്ക്. എന്ന് പറഞ്ഞാലേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദികളിൽ ഒരു നദിയാണ് ബ്രഹ്മപുത്ര. ഈ ബ്രഹ്മപുത്ര നദിക്ക് 2900 കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പൊ എന്നാ വലിയ നദിയാന്ന് ഓർത്ത് നോക്കി. മഴക്കാലത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദിയാ ഇത്, മഴക്കാലത്തും മഞ്ഞുകാലത്തും. ഇവിടെ പുതിയ പാലം വരുന്നുണ്ട്, അപ്പുറം ഇതിലും വലിയ പാലമാണ് വരുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ചിലപ്പോ ഈ പഴയ പാലം ഒരു ലൈൻ ആക്കുമായിരിക്കും. എങ്ങനെയാണെന്നറിയില്ല. ഇവിടെയൊക്കെ പാലത്തിന്റെ പണി കുറെ പൂർത്തിയായി. കുറെ കാലമായി കേട്ടോ ഈ പണി തുടങ്ങിയിട്ട്. ഒരുപാട് സമയം എടുക്കും തീരാൻ. 3 രാജ്യങ്ങളിൽ കൂടെ ഒഴുകുന്ന നദി കേട്ടോ സൂര്യ. ഇന്ത്യയിൽ കൂടെയും ടിബറ്റിൽ കൂടെ, അതായത് ചൈനയിൽ കൂടെയും പിന്നെ ബംഗ്ലാദേശിൽ കൂടെ. അതായത് ടിബറ്റിൽ ഈ നദി സാങ്ബോ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും. ബംഗ്ലാദേശിൽ ചെല്ലുമ്പോൾ ഈ നദിയെ പിന്നെ ഗംഗാ നദിയുമായി കൂടിച്ചേരും. ഗംഗയുമായിട്ട് കൂടിച്ചേരുമ്പോ അപ്പൊ ഈ നദിയുടെ വലിപ്പം എന്താവും? അതെ. ഗംഗാ നദി തന്നെ വലിയ നദിയാ, ഇതും വലിയ നദിയാ. ഇവിടെ ഇത് രണ്ടും കൂടെ ചേർന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? ചേർന്നിട്ട് പിന്നെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോവല്ലേ. ആസാമിന്റെ ദുഃഖമെന്നാണ് ഈ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. മഴക്കാലത്തൊക്കെ ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന. വെള്ളത്താമര വിരിഞ്ഞു നിൽക്കുന്ന അവിടെ. നദി കഴിഞ്ഞിട്ടും പാലത്തിന് എന്നാ നീളം. പിന്നെ ഞാനത് ചോദിക്കാൻ പറ്റുമായിരുന്നു. നദി അവിടെ കഴിഞ്ഞ് പാല് തീട്ട് കിടക്കുവാ. ആ വെള്ളമെല്ലാം നദിയിലെ വെള്ളം തന്നെ അങ്ങ് കാണുന്നുണ്ടോ. റൈറ്റ് സൈഡിൽ കണ്ടോ, അങ്ങ് കണ്ടോ. വെള്ളം ഇറങ്ങുന്ന സമയത്ത് കൃഷിയുണ്ട്, നെൽകൃഷി. അസം പോലീസ്. ഉച്ചയ്ക്ക് മേടിച്ച കുറച്ച് പഴം ആ കാരവനയിൽ ഇരിപ്പുണ്ടായിരുന്നു. എടുത്താ കഴിക്കായിരുന്നു. ചെമ്പകം പൂത്ത് നിൽക്കുന്നത് കണ്ടോ. അവിടെ എന്താ പരിപാടിയാണല്ലോ. ഒതുക്കെ ഇങ്ങോട്ട്. ഇവർക്കല്ലേ ഒതുക്കാനൊരു മടി. ഒരാള് പടലയോടെ കൊട്ടയോടെ എടുത്തു വെച്ച് പഴം കഴിക്കുക. എങ്ങനെ അല്ല, ഒരു പടല തീർത്തല്ലോ നമ്മൾ വന്നപ്പോഴത്തേക്കും. പക്ഷേ ഇത് നാടൻ പഴമാണ് ഇവിടുത്തെ. പക്ഷെ നമ്മുടെ പാളയംകോടൻ പഴമാണ്. പക്ഷെ നമ്മുടെ ആ പഴത്തിന്റെ ടേസ്റ്റ് അല്ലേ, ഇതിന് വേറൊരു ടേസ്റ്റാ. അത് ഇച്ചിരി കൂടെ പഴുക്കാഞ്ഞിട്ടായിരിക്കും. നിങ്ങൾക്കതാണല്ലോ ഇഷ്ടം. അതെ. അച്ഛമ്മേ, അന്ന് മേഘാലയക്ക് വന്ന സ്ഥലത്തല്ലേ ഇപ്രാവശ്യം പോന്നെ? വേറെ സ്ഥലം. വഴിയല്ലേലും നന്നായി, പഴയലും ഓർമ്മയുണ്ട് കേട്ടോ. വഴിയൊക്കെ നോക്കിയാ വെച്ചിരുന്നേന്ന് തോന്നുന്നു. നാടൻ കടകൾ. മത്തേലൊക്കെ ഉണ്ട് കേട്ടോ. 3 താറാമുട്ട. പാലല്ലത് വേറെന്തോ. നല്ല പച്ചപ്പ്. അതെ, ഇവിടെ ഒക്കെ ഉണക്കിന്റെ സമയം ഇപ്പം. പക്ഷെ ഈ പ്രാവശ്യം മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ തണുത്ത് നിൽക്കുന്നത്. അതെ, കൊയ്ത്തൊക്കെ കഴിഞ്ഞാ നമ്മള് ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോ എല്ലാം ഇവിടെ ഉണങ്ങി കിടക്കുക. ഇതുപോലെ പച്ചപ്പ് കാണുന്നത് ഈ പ്രാവശ്യം. അതെ, നല്ല ഒരു ചായക്കടയുണ്ട്, നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് പോവാം. സൂര്യൻ അസ്തമിക്കാറായി. അതെ, പിന്നെ കുഞ്ഞിക്കളിക്കും ഇവിടുത്തെ ഭാഷയൊക്കെ അത്യാവശ്യം അറിയാം. ഇങ്ങോട്ട് നിൽക്കാം അല്ലേ. നുന്നുവിനറിയാം. നോനോ. അല്ല, നമ്മളിപ്പോ ബോർഡറിലല്ലേ ഇതിന്. മേഘാലയ കേറിയില്ലല്ലോ. ഇല്ല, കേറിയില്ല എന്ന് പറഞ്ഞാലും അടുത്തല്ലേ. ഇതെന്നാ സാധനം?
ഇതാ ചേനയുടെ കുഞ്ഞ് ചേനയില്ലേ കുഞ്ഞ്. ആ ചായ പറ 5-6 പറ. 1 2 3 4 5 6 7 മതി. 8. ആ പറഞ്ഞോ. അയ്യോ 8 ആട്ട് ഏകത്തോത്തി നോക്കുകയാണോ 8 എത്ര പറയും? എല്ലാവരുടെയും തോളയിൽ ഇതുപോലെ ഒരു ബാഗുണ്ട്. അതിന് അങ്ങോട്ട് ചെല്ലുമ്പം കാണാം. അതെ പോണ്ട. അതെ ചായ വന്നിട്ടുണ്ട്. ആ ഇവിടെ പാല് കുറച്ചേ ഇവർ ചായക്കകത്ത് ഒഴിക്കത്തുള്ളൂ. ആ ഇവര് ആസാമ ഇത്. ഇവരൊക്കെ കേരളത്തിൽ ജോലി ചെയ്തിട്ടുള്ള കട നടത്തുന്ന ആളൊക്കെ 2 വർഷം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ എവിടാന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അമ്മച്ചിമാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വരുന്നത് ചായക്കടയിലോട്ട്. അത് ഉന്തുവണ്ടി എന്ന് പറയാൻ പറ്റില്ല, വലിച്ചോണ്ട് പോകുന്ന വണ്ടിയല്ലേ. നമ്മുടെ ചായക്കടയുടെ ഓണർ വണ്ടി കാണാൻ വന്നിട്ടുണ്ട്. ആണോ? പുള്ളി കേരളത്തിൽ 2 വർഷം ഉണ്ടായിരുന്ന ആളാണ് അതല്ലേ. आपका नाम? मेरा नाम प्रश्न है। प्रश्न? मैंने किया था केरला में काम किया बहुत सारा। हाँ ओके मैं कोतकेल में था। किधर है? कोटकेल? कोतकेल मलप्पुरम। हाँ കോട്ടക്കലും മലപ്പുറം ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. കാസർഗോഡ്. ആസാമിലെ ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ മേഘാലയയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഒരു സൈഡ് മേഘാലയ തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഒരു സൈഡ് മേഘാലയ, ഒരു സൈഡ് ആസാമാണ്. ഇവര് ഇതുണ്ടോ, ഇതെല്ലാം റബ്ബറാ നിൽക്കുന്നത്. റബ്ബർ തോട്ടമാ. പിന്നെ വെട്ടുന്നുണ്ടോ? ആസാമിലെ റബ്ബർ തോട്ടം. സൂര്യ അങ്ങോട്ട് നോക്കിയേ, പെൺപിള്ളേരൊക്കെ വൈകിട്ട് സൊറ പറഞ്ഞിരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മേഘാലയ കയറി. അപ്പോൾ മേഘാലയ ഈ സൈഡ് മേഘാലയം, അപ്പുറത്തെ സൈഡ് ആസാമുമാണ്. അപ്പോൾ ഡീസൽ കുറച്ച് അടിച്ചുകൊണ്ട് പറഞ്ഞു. 86-39. ആ 86-39 പൈസ ഇവിടെ ഡീസൽ വില. പെട്രോളും 94 ചില്ലറ ഉള്ളൂ കേട്ടോ. ഉള്ളൂ അല്ലേ. ജനറേറ്റർ പുള്ളി ചെയ്തേക്കാം. അതെ. ഇടയ്ക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നിടത്ത് നമ്മൾ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്രോളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഡീസലും പെട്രോളും ഒക്കെ അടിച്ചു. നമുക്ക് 66-നും കുറച്ച് ഡീസൽ അടിച്ചേക്കാം. ഇവിടെയൊക്കെ ഇതേ ആനയുണ്ട് കേട്ടോ. എലിഫന്റ് ക്രോസിംഗ് സോണാ. ഇവിടെയൊക്കെ ഉണ്ട്. സന്ധ്യ ആയപ്പോഴേ കടകളൊക്കെ അടച്ചു. മേഘാലയ കയറി നമ്മൾ. ആന നിൽക്കുന്നു. ബോർഡ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡ് വനമാണെന്ന് തോന്നുന്നല്ലേ. ബോർഡ് മാത്രമൊന്നുമില്ല, വനം വേണമെന്നൊന്നുമില്ല. ഇവിടെ എല്ലാം വനമാണല്ലോ, ആൾതാമസം കുറവല്ലേ. എലിഫന്റ് കോറിഡോർ. ഇതെല്ലാം റബ്ബർ തോട്ടമാണ്. നോക്കിയേ, റബ്ബർ തോട്ടാ. ആനയുണ്ടെന്ന് എല്ലായിടത്തും ബോർഡുണ്ട്. ഇപ്പോൾ ഒത്തിരി ബോർഡ് കണ്ടു. അപ്പോൾ നമ്മളങ്ങനെ മേഘാലയയിൽ 66-ൻ്റെ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തെത്തി. അപ്പം ഇനിയിപ്പോൾ ലോഡൊന്നും ഇറക്കത്തില്ല, രാത്രി നാളെ ലോഡൊക്കെ ഇറക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.